ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാധമ്മയും വേണുവേട്ടനും കൂടെ പറയുക, രുക്മിണി നല്ല റെസ്റ്റ് എടുക്കണം, മരുന്നൊക്കെ കഴിക്കണം കേട്ടോ. അത് കേട്ടിട്ട് ജയൻ പറയുക, ഈ രുക്മിണി ചേച്ചിക്ക് റെസ്റ്റ് എടുക്കാൻ എവിടാ സമയം, പലിശയും വാടകയും ഒക്കെ പിന്നെ ആര് പിരിക്കും? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു രുക്മിണി ചേച്ചി, അതൊക്കെ ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല, അവസരമൊക്കെ ഇനിയും ഉണ്ടാകും. വേണുവേട്ടൻ പറയാ, എടാ മരപ്പൊട്ട, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാത്തതിൽ സന്തോഷിക്കുമല്ലേ വേണ്ടത്, അവസരം ഇനിയും വരുമെന്ന്. എന്തോ ഒരു മരക്കഴുതയാടാ നീ. അയ്യോ, ഞാൻ പറഞ്ഞത് തലതിരിഞ്ഞു പോയതാ. എടാ നീ പണ്ടേ തലതിരിഞ്ഞവനാണല്ലോ. അപ്പോൾ രാജു അങ്ങോട്ട് വരുന്നുണ്ട്. രാജുവിനെ കണ്ടതും രുക്മിണി പെട്ടെന്ന് അങ്ങ് എഴുന്നേക്കുക. ഇനിയേ ഞാൻ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കട്ടെ, പോവാന്നും പറഞ്ഞ് രുക്മിണിയും രമ്യയും കൂടെ അങ്ങോട്ട് ഇറങ്ങുവാണ്. രാജു അമ്മയെ മോളയെ ഒരു വല്ലാത്ത നോട്ടമൊക്കെ നോക്കിയിട്ട് അകത്തോട്ട് വരുവാണ്. വേണുവേട്ടൻ പറയാ, എടാ രാജു, നീ ഒന്നും അറിഞ്ഞില്ലയോ, രുക്മിണിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായെന്ന്. എന്തായാലും പേടിച്ച പോലൊന്നും ഉണ്ടായില്ലല്ലോ, ദൈവം കാത്ത്. ജയനിങ്ങനെ വിളറി വെളുത്തോണ്ട് സ്വയം പറയുക, ഓ ചതിച്ച്, നടന്നതൊക്കെ ഇപ്പോൾ ഇവിടെ വിളമ്പും. മോൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നില്ലേ? ആ ഞാൻ അറിഞ്ഞു എന്നൊരർത്ഥം വെച്ചൊരു നോട്ടം നോക്കിക്കൊണ്ട് ജയനെ നോക്കുവാണ്. രാജുവാണെങ്കിൽ രാധമ്മയോട് പറയുന്നു, എനിക്ക് നല്ല വിശപ്പുണ്ട്, അമ്മ ഭക്ഷണം എടുത്ത് വെക്കുന്നു. അങ്ങനെ അവർ ഭക്ഷണം എടുക്കാനായിട്ട് പോകുമ്പോൾ രാജു ജയനോട് ചോദിക്കുന്നു, അളിയൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്? ഏയ് ഒന്നുമില്ല. അല്ല, മെൻ്റലായിട്ട് എന്തെങ്കിലും പ്രോബ്ലം? അല്ല, അളിയനിനി ഊളംപാറയ്ക്ക് പോകണമെങ്കിലേ എന്നോട് പറഞ്ഞാൽ മതി. അങ്ങനെ രാജു ജയനെ ഒരാക്കലൊക്കെ ആക്കിയിട്ടങ്ങ് പോവുകയാണ്. ഋതികയാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് ആൽക്കണിയിലിരുന്നുകൊണ്ട് നടന്ന ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുവാണ്. ആ സമയത്ത് യാമിനി എവിടെയോ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. യാമിനിയെ കണ്ടതും ഋതിക ഓടിച്ചെന്ന് ചെറിയമ്മേന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചങ്ങ് കരയുവാണ്. മോളെ, എന്താ മോളെ? ചെറിയമ്മ എവിടെ പോയതാ? അത് മോളെ, ഒന്ന് രണ്ട് കാര്യങ്ങൾക്കായിട്ട് ഞാൻ പുറത്തു പോയതാ. രോഹൻ മോളെ എവിടാ കൊണ്ടുപോയത്? എന്താ ഉണ്ടായത്? മോള് കാര്യം പറ. അവൻ എന്തിനാ എന്നെ കൂട്ടിക്കൊണ്ട് പോയതെന്ന് ചെറിയമ്മയ്ക്ക് അറിയണോ എന്നും പറഞ്ഞ് ഋതിക ഉണ്ടായ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ്. എൻ്റെ മോളെ, അവൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടാലേ അറിയാം അവനൊരു ഫ്രോഡാണെന്ന്. ഈ പ്രതാപേട്ടന് ഇത് എന്തു പറ്റി? ഈ ഇലക്ഷൻ തിരക്കിനിടയിൽ ഒരു കോമൺ സെൻസ് പോലും ഇല്ലാതായോ? മകളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ചെറുപ്പക്കാരൻ. ബെസ്റ്റ് പ്രപ്പോസൽ തന്നെയാണ് മോളെ, ഇതെന്തായാലും ഒരു അവസരം തന്നെയാണ്. ഇതോടെ ഇത് അവസാനിപ്പിക്കണം. ഇനി മേലാൽ അവൻ മോളെ തിരക്കി ഇങ്ങോട്ട് വന്നേക്കരുത്. അച്ഛൻ വരുമ്പോൾ മോളി നടന്നതൊക്കെ അച്ഛനോട് തുറന്നു പറയണം. പക്ഷേ ചെറിയമ്മേ, രാജു പറഞ്ഞതേ അച്ഛനോടിപ്പോൾ ഈ കാര്യം തുറന്നു പറയണ്ടെന്നാ. എൻ്റെ മോളെ, പിന്നിത് എപ്പോൾ പറയാനാ? അതിനൊരു അവസരം വരും, അന്നേരം പറഞ്ഞാൽ മതിയെന്ന്. ഇതല്ലേ മോളെ നല്ല അവസരം? അവനങ്ങനെ ചിന്തിച്ചതിലും തെറ്റില്ലല്ലോ. ഞാനും രാജുവും കല്യാണം കഴിച്ചവരെ പോലെ ജീവിച്ചതല്ലേ? അതൊക്കെ ഓർക്കുമ്പോൾ അച്ഛന് വിഷമമാകുമെന്നാ രാജു പറയുന്നത്. ആ സമയത്ത് രോഹൻ ഋതികയുടെ ഫോണിലോട്ട് കോൾ ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് ദേഷ്യത്തോടെ ഋതിക കട്ട് ചെയ്യുവാണ്. ആഹാ, അവളെൻ്റെ ഫോൺ കട്ട് ചെയ്തല്ലോ, എന്നാലൊരു മെസ്സേജ് ഇട്ട് നോക്കാം എന്നും പറഞ്ഞ് അവൻ മെസ്സേജ് ഇടുന്നുണ്ട് ഋതികയ്ക്ക്. മോളെ, ഇനി അവനെ അടുപ്പിക്കരുത്, ഈ പരിസരത്ത് പോലും വരാൻ അവനെ ഇനി അനുവദിക്കരുത്. മോളോട് ചെറിയമ്മയ്ക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. മോളിങ്ങനെ വെറും ഒരു പൂമ്പാറ്റയെ പോലെ ഇരിക്കരുത്, കുറച്ചുകൂടെ ബോൾഡാകണം. മോൾക്കിഷ്ടമില്ലാത്ത ഒരു കല്യാണത്തിന് മോള് സമ്മതിക്കരുത്. നിനക്കിഷ്ടമില്ലാത്തവൻ എന്തെങ്കിലും കാര്യം പറഞ്ഞ് നിൻ്റെ അടുത്ത് വന്നാൽ നിൻ്റെ ഒരു നോട്ടം മതി, അത് കണ്ടവൻ വിറയ്ക്കണം. പത്തി വിരിച്ച് നോക്കി നിൽക്കുന്ന പാമ്പിൻ്റെ തലയ്ക്ക് ഒരൊറ്റ അടി കൊടുക്കുന്ന ഒരു നോട്ടമായിരിക്കണം മോള് നോക്കേണ്ടത്. അതോടെ എതിരാളി പത്തി മടക്കി മാളത്തിൽ ഒതുങ്ങിക്കോളും. ദീപക്കും റൂമിലിരുന്ന് എന്തോ മൊബൈലിൽ കണ്ടുകൊണ്ടോ ചിരിച്ച് സന്തോഷിച്ചിങ്ങനെ ഇരിക്കുവാണ്. അപ്പോഴേ അംബിക ഇങ്ങോട്ട് വന്നിട്ട്, എടാ ദീപക്കേ എന്നും പറഞ്ഞൊരു ചാട്ടം. പേടിപ്പിച്ച് കളഞ്ഞല്ലോ എൻ്റെ അമ്മേ, അമ്മയ്ക്കൊന്ന് മയത്തിൽ വിളിച്ചുകൂടെ? എടാ, ഹൃദയസ്തംഭനം പൊളിഞ്ഞെന്ന്. അതിനിടയ്ക്ക് അങ്ങനെ ഒരു സിനിമ ഉണ്ടായോ? അത് പൊളിഞ്ഞെങ്കിൽ അമ്മയ്ക്കെന്താ? എടാ മടയാ, സിനിമയുടെ കാര്യമല്ലടാ പറഞ്ഞത്. രുക്മിണിയുടെ ഹാർട്ട് അറ്റാക്ക് ഇല്ലേ, അത് പൊളിഞ്ഞെന്ന്. അയ്യോ, ആ ഡ്രാമ ചീറ്റിപ്പോയോ അമ്മേ? അപ്പോൾ രാജുവിൻ്റെയും രമ്യയുടെയും കല്യാണം നടന്നില്ലയോ? ശെടാ അമ്മേ, എനിക്ക് വീണ്ടും ജോലിയായല്ലോ. ഒരു വശത്ത് രാജു, മറുവശത്ത് രോഹൻ. ഇതിനെ രണ്ടിനെ ഞാൻ തന്നെ തട്ടണമല്ലോ. ഓ പിന്നെ നീ തട്ടും, പോയിട്ട് കുറേ ഞൊട്ടും. അവരുടെ മുന്നിൽ ചെന്നേ വാങ്ങിക്കെട്ടാൻ നിൽക്കല്ലേ നീ. അമ്മേ, വെറുതെ കളിയാക്കരുത്. വേണ്ടാന്നും പറഞ്ഞേ അമ്മ എൻ്റെ മുന്നിൽ വന്ന് വട്ടം നിൽക്കുന്നോണ്ടല്ലയോ? അല്ലെങ്കിലേ രണ്ടെണ്ണത്തിനെ പണി ഞാൻ എപ്പോഴേ തീർത്താനേ. അമ്മയ്ക്കല്ലേ ഇപ്പോൾ പണി കിട്ടിയത്, നല്ല 8ൻ്റെ പണി. ആ രമ്യയെ വിശ്വസിച്ച അമ്മയെ പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? 1-2 അല്ല, 50 ലക്ഷം രൂപയാ ആ രുക്മിണിക്ക് കൈക്കൂലിയായിട്ട് കൊടുത്തിരിക്കുന്നത്. ആ കാശ് അമ്മ വെറുതെ വെള്ളത്തിൽ കളഞ്ഞില്ലേ അമ്മേ?
എടാ ദീപക്കേ, ആകാശം തുളച്ച് ഊഞ്ഞാല് കെട്ടുന്നവളാ ഈ അംബിക. ഞാൻ കാശൊന്നും വെള്ളത്തിൽ കളഞ്ഞിട്ടില്ല. കാശ് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ലക്ഷ്യവും ഞാൻ നടപ്പിലാക്കും. ഒരു പ്രാവശ്യം കൂടെ രമ്യയുടെ പ്ലാൻ പൊളിഞ്ഞു, അത്രയല്ലേ ഉള്ളു. പക്ഷേ രമ്യ തന്നെ രാജുവിനെ കെട്ടും. അവൾ കെട്ടിയില്ലെങ്കിൽ അവളെ കൊണ്ട് ഞാൻ കെട്ടിപ്പിക്കും. അങ്ങനെ രാജു വന്ന ഒഴിയാബാധയെ ഞാനിവിടുന്ന് തുരത്തും. എന്നിട്ടേ ഞാൻ അടങ്ങൂ ദീപക്കെ. അങ്ങനെയൊന്നും അവനിവിടെ നൊഴിഞ്ഞു പോവില്ലമ്മേ. ഗത്യന്തരമില്ലെങ്കിലേ അവനെ ഞാനങ്ങ് കൊല്ലുവമ്മേ. എടാ, നിനക്ക് സെൻട്രൽ ജയിലിൽ പോയി കിടക്കാൻ വലിയ കൊതിയാണെന്ന് തോന്നുന്നു. ഒരു ജയിലിലും കയറാതെ ഒരാളെ തീർക്കാനുള്ള പണിയൊക്കെ എനിക്ക് അറിയാമേ. ഞാനതങ്ങ് ചെയ്യും. എടാ ദീപക്കെ, എന്നോട് ആലോചിക്കാതെ നീ ഒരു കാര്യവും ചെയ്തേക്കരുത്. നിനക്കല്ലെങ്കിലും ഇത്തിരി എടുത്തുചാട്ടം കൂടുതല. അതിൻ്റെ ഫലം ഇപ്പം ഞാൻ കൂടിയല്ലേ അനുഭവിക്കുന്നത്. നീ ഒരു കാര്യം മനസ്സിലാക്ക്. ഹൃദയയുടെ പുറകെ വാലാട്ടി നടക്കുന്ന ആ നായില്ലേ രാജു, അവനല്ല ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ശത്രു. എവിടുന്നോ അവതാരമെടുത്തു വന്ന രോഹൻ എന്ന ആ ദ്രോഹിയില്ലേ, അവനാ ഇപ്പം നമ്മുടെ പ്രധാന ശത്രു. ആദ്യം രോഹനെയാ ഒതുക്കേണ്ടത്, അല്ലാതെ രാജുവിനെ അല്ല. അവൻ്റെ ജാതകം ഞാൻ തിരുത്തി എഴുതും. അക്കാര്യത്തിലേ എൻ്റെ മോൻ പേടിക്കണ്ട. നീ ആദ്യം രോഹൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്ക് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ദിവ്യ അവിടെ നിന്ന് ഒളിഞ്ഞു നിന്നെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ദീപക്കും അംബികയും ദിവ്യയെ കാണുന്നുണ്ട്. ആഹാ, ഒളിഞ്ഞു നിന്ന് നീ ഇതെല്ലാം കേൾക്കുമായിരുന്നോടി? ഞാനും അമ്മയും സംസാരിക്കുന്ന കേൾക്കാൻ നീ ഇവിടെ ഒളിച്ചു നിന്നതാ അല്ലേടി? അയ്യോ അല്ല, ഞാൻ ഇതുവഴി പോയപ്പോൾ. നീ എന്താടി ഇതുവഴി പോകാനത് പെരുവഴി അമ്പലമാണോടി? അയ്യോ, ഞാൻ ഒളിച്ചു നിന്നതല്ല. മിണ്ടിപ്പോകരുത്, അടിച്ചു നിന്റെ പല്ല് ഞാൻ തെറിപ്പിക്കും. എടാ ദീപക്കെ, ഇവളെ ഹൃതിക നിയോഗിച്ചതായിരിക്കും നമ്മുടെ ന്യൂസൊക്കെ പിടിക്കാൻ. അത് കേൾക്കുമ്പോൾ ദിവ്യയ്ക്ക് അങ്ങ് ദേഷ്യം വരും. വേണ്ടേ, ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയരുത്. എന്നെ ആരും ഇവിടുത്തെ ന്യൂസ് പിടിക്കാൻ നിയോഗിച്ചിട്ടില്ല. ഈ നാശം പിടിച്ചവളെയും ഏതു നേരവും കീറിക്കൊണ്ടിരിക്കുന്ന ആ കൊച്ചിനെയും കാണുമ്പോൾ എൻ്റെ സർവാംഗം വിറയ്ക്കുക. വല്ല പൂച്ചക്കുഞ്ഞുമായിരുന്നെങ്കിൽ ചാക്കിക്കെട്ടി എവിടെങ്കിലും കൊണ്ട് കളയായിരുന്നു. എടാ ദീപക്കെ, ഇതിനെയൊക്കെ ഞാൻ എന്ത് ചെയ്യുവടാ? രാജുവാണെങ്കിൽ രാത്രിയിൽ ഇങ്ങനെ വാതക്കൽ അവിടെ നിൽക്കുവാണ്. എന്തൊക്കെയോ അവൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഗേറ്റ് തുറന്ന് രമ്യ അങ്ങോട്ട് വരുവാണ്. രമ്യയെ കണ്ടതും ദേഷ്യത്തോടെ രാജു അകത്തോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ, രാജു പോകല്ലേ എന്നും പറഞ്ഞ് രമ്യ ഓടി വന്നിട്ട് പറയുന്നത്, എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. അതെ, ദേഷ്യമാണെന്ന് അറിയാമല്ലോ നിനക്ക്. നിൻ്റെ ഈ കരച്ചിലും സെൻറ്റിമെൻറ്റ്സും ഒന്നും എൻ്റെ അടുത്ത് വേണ്ട. ഇതൊക്കെ ഞാൻ എത്ര വട്ടം കണ്ടിരിക്കുന്നു. എൻ്റെ മുൻപിൽ ഇനി മേലെ രമ്യ നിൻ്റെ ഈ വേഷം കെട്ടലും കൊണ്ട് വന്നേക്കരുത്. രാജുവിൻ്റെ മുന്നിൽ ഞാൻ പല വേഷം കെട്ടലും കാണിച്ചിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയായാലും അതിലെല്ലാം ഒരൊറ്റ ഒരു അർത്ഥമേ ഉള്ളൂ. രാജുവിനോടുള്ള സ്നേഹം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. എൻ്റെ പ്രണയത്തിന് എൻ്റെ പ്രായത്തോളം പഴക്കമുണ്ട്. ഇതിനൊക്കെയുള്ള മറുപടി നിന്നോട് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞതാ രമ്യേ. രാജു പറഞ്ഞത് ശരിയാ. പക്ഷേ ഒരിക്കലും രാജുവിനെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു കളയാൻ എനിക്ക് പറ്റുന്നില്ല. എനിക്കറിയാം ഞാൻ ചെയ്യുന്നത് പലതും തെറ്റാണെന്ന്. പക്ഷേ എൻ്റെ ലോകം രാജുവിനോടൊപ്പം ഉള്ളത് മാത്രമാണ്. രാജുവിനെ എനിക്ക് വേണം. എനിക്ക് മാത്രമായിട്ട് രാജുവിനെ വേണം. എന്തൊരു കഷ്ടവാരമ്യേ നിൻ്റെ കാര്യം. രാജു എത്ര വേണമെങ്കിലും എന്നെ കളിയാക്കിക്കോ, എത്ര വേണമെങ്കിലും എന്നെ വഴക്ക് പറഞ്ഞോ. രാജുവിനെ കല്യാണം കഴിക്കണമെന്നുള്ളൊരു ഒറ്റ ആഗ്രഹത്തിലാണ് ഞാൻ ഈ തെറ്റുകൾ മുഴുക്ക ചെയ്യുന്നത്. രണ്ട് കൈയും കൂപ്പി തൊഴുതുകൊണ്ട് രമ്യ പറയുക, രാജു എന്നോട് ക്ഷമിക്കണം. രാജുവില്ലാത്തൊരു ജീവിതം എനിക്കില്ല. രാജു എന്നെ മറന്നു കഴിഞ്ഞാൽ സത്യമായിട്ട് ഞാൻ മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് രമ്യ അങ്ങ് പോവുകയാണ്. ആ സമയത്ത് ഹൃതികയുടെ ഫോൺ രാജുവിന് വരുന്നുണ്ട്. രാജു എവിടെയാ? ഞാൻ വീട്ടിലുണ്ട് മാഡം. എന്താ മാഡം വിളിച്ചത്? എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അങ്ങനെ ഒന്നുമില്ല രാജു, എനിക്ക് വെറുതെ ടെൻഷൻ വന്നപ്പോൾ ഞാൻ രാജുവിനെ ഒന്ന് വിളിച്ചതാ. ടെൻഷനോ? എന്താ മാഡം? കാര്യം എന്താന്ന് വെച്ചാൽ തുറന്ന് പറ മാഡം. എനിക്ക് ജീവിതത്തിൽ ഒരു മനസമാധാനം ഇല്ല രാജു. എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ അങ്ങ് ആയിപ്പോയി. ആ രോഹൻ്റെ ശല്യം കൂടുക. ഏതു നേരവും അവൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ്റെ ഉപദ്രവം കാരണം ഞാൻ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടും വലിയ കാര്യം ഉണ്ടാവില്ല. അവൻ എന്നെ തിരക്കി ഇവിടെ വരും. അവൻ എന്നെ കല്യാണം കഴിക്കേണ്ടി വന്നാൽ ഞാൻ മരിക്കും. അയ്യോ മേഡം എന്തോ ഈ പറയുന്നേ? മരിക്കാനൊക്കെ എനിക്ക് വലിയ പേടിയാണ് രാജു. പക്ഷേ മരിക്കുക എന്നുള്ളതല്ലാതെ എനിക്ക് മറ്റൊരു മാർഗവും ഇല്ലല്ലോ എന്നും പറഞ്ഞ് ഹൃതിയെ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യുവാണ്. ആ സമയത്ത് രോഹൻ കടന്ന് ഹൃതിയെ വിളിക്കുവാണ്. വിളിക്കുമ്പോഴെല്ലാം ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ അവന് ദേഷ്യം വന്നിട്ട് അവൻ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ട്. അവൾ എന്നെ മനഃപൂർവ്വം ഇഗ്നോർ ചെയ്യുന്നതാണ്. അവളെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ. എങ്ങനെ ഹൃതിയോട് പ്രതികാരം ചെയ്യണമെന്ന് രോഹൻ ഇങ്ങനെ ആലോചിക്കുവാണ്. ദീപക്കിൻ്റെ തലയിൽ ദിവ്യയെ കെട്ടിവെച്ചത് ദിവ്യ അങ്ങനെ ഗർഭിണി ആയതുകൊണ്ടാണ്.
അതുപോലെ തന്നെ ഹൃതിയെയും അതുപോലൊരു മറ്റൊരു ദിവ്യയായി മാറണം, എങ്കിലേ എനിക്ക് ഹൃതിയെ സ്വന്തമാക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ് അവനോടൊന്ന് ചിന്തിക്കുന്നത്. പ്രതാപവർമ്മ വീട്ടിലിരിക്കുമ്പോൾ പാർട്ടിക്കാരും കുറേ ആൾക്കാരൊക്കെ വന്ന് എന്തൊക്കെയോ ഫയലുകളൊക്കെ കാണിച്ച് അതിലൊക്കെ സൈൻ മേടിക്കുന്നുണ്ട്. ആ സമയത്ത് രോഹനും അവൻ്റെ അമ്മയും കൂടെ അങ്ങോട്ട് വരുവാണ്. പ്രതാപൻ പറയുന്നുണ്ട്, നിങ്ങൾ അകത്തോട്ടിരിക്കും, ഞാൻ ഇപ്പോൾ വരാം. അത് കേട്ടിട്ട് രോഹനും അവൻ്റെ അമ്മയും കൂടെ അകത്തോട്ട് വരുവാണ്. യാമിനിയാണെങ്കിൽ പ്രതാപന് കൊടുക്കാനുള്ള കോഫിയും കൊണ്ട് അങ്ങോട്ട് വരുവാണ്. അപ്പോഴാണ് ഇവരെ കാണുന്നത്. യാമിനിക്ക് അവരെ കണ്ടപ്പോൾ ദേഷ്യം വരുന്നുണ്ട്. നാശങ്ങൾ, നേരം വെളുത്തപ്പോഴേ വന്ന് കയറിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് യാമിനി അങ്ങനെ നിൽക്കുവാണ്. രണ്ടുപേരും കൂടെ ചിരിച്ചുകൊണ്ട് യാമിനിയുടെ അടുത്തോട്ട് വരുവാണ്. യാമിനി അവരെ മൈൻഡ് ചെയ്യുന്നില്ല. രോഹൻ പെട്ടെന്ന് ഗുഡ് മോർണിംഗ് ചെറിയമ്മേ എന്ന് പറയുമ്പോൾ യാമിനി പറയുക, ഞാൻ ഈ കോഫി പ്രതാപേട്ടന് കൊടുത്തിട്ട് വരട്ടെ എന്നും പറഞ്ഞ് മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവുകയാണ്. യാമിനി വന്നിട്ട് അവരോട് ചോദിക്കുന്നത്, എന്താ നിങ്ങൾ അതിരാവിലെ വന്നത്? രോഹൻ്റെ അമ്മ പറയുക, അതിരാവിലെ വന്നില്ലെങ്കിൽ വർമ്മ സാറിനെ കാണാൻ പറ്റത്തില്ലല്ലോ, തിരക്കുള്ള ആളല്ലേ, ഞങ്ങളൊരു കാര്യത്തിനുകൂടി വന്നതാ, അതിന് വർമ്മ സാറിൻ്റെ അനുവാദം വേണം. അപ്പോഴവിടെ അംബികയും മകൻ ദീപക് കൂടെ അവിടെ മാറി നിന്ന് കാണുന്നുണ്ട് ഇതൊക്കെ. രാവിലെ അമ്മയമ്മോനുണ്ട് വെച്ച് പിടിച്ച് വന്നിരിക്കുന്നത് എന്തിനാണ്? എന്തോ ദുരുദ്ദേശം കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത് എന്നറിയാനായിട്ട് അംബികയും മോനും അവിടെ നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അതിനി എന്താണെന്നുള്ളതിൻ്റെ റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.